പിന്നെ 8ാം ബോൾട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് മെയിനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ മിക്സിയുടെ ജാറ് അറിയാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ കാരണം എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റിയിടുന്നതെന്നുള്ള കാണിച്ചു തരാം. ഞാൻ എടുത്തേക്കുന്നത് ഇത് പ്രസ്റ്റീജിന്റെ ഒരു ജാറാണ്. അപ്പോൾ ഇതാണ് ജാർ കപ്ലർ. ഇപ്പൊ ഈ ജാർ കപ്ലർ ഊരിയെടുക്കാനായിട്ട് ചെറിയ തുണി എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ബ്ലേഡ് നല്ല സ്ട്രോങ് ആയിട്ട് ഇടതായിട്ട് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് വലത് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാർ കപ്ലർ ഊരിപ്പോരും. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു 3 വാഷർ ഉണ്ടായിരിക്കും. ഇതുപോലെ 2 വാഷർ മുകളിലും താഴെയും, നടുക്കൊരു വാഷർ ഉണ്ടായിരിക്കും. ഇതിന് ഇതുപോലെ ചെറിയൊരു ചളുക്കം ഉണ്ടായിരിക്കും. ഇതൊരു ചെറിയൊരു സ്പ്രിംഗ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത്. ചില കമ്പനികളുടെയൊക്കെ ഇത് ഈ വാഷറിന് പകരം ചെറിയൊരു സ്പ്രിംഗ് ആയിരിക്കും. പിന്നെ ഇതിന് വരുന്ന മെയിൻ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി നോക്കുക. അപ്പൊ ഇളകുന്നുണ്ടെങ്കിൽ ജാറിന്റെ ബുഷ് പോയിട്ടുണ്ടായിരുന്നു. ഈ ജാറിന്റെ ബുഷ് മാറണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല, അടുത്തുള്ള ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുകൊണ്ട് വരും. ഇതുപോലെ ഒരു ഡിവൈസ് വേണ്ടി വരും. അതായത് ഇതിന്റെ ഇപ്പം ബുഷ് പോയിട്ടില്ല. ബുഷ് പോരണമെങ്കിൽ ഈ ഒരു ഡിവൈസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒരു കമ്പി ഉണ്ടായിരിക്കും. ഇത് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് ചിപ്പിയ കൊണ്ട് നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് ഊരിപ്പോരും. ഇതിന്റെ ഇപ്പൊ ഷാഫ്റ്റ് മാറേണ്ട ആവശ്യമില്ല. ഈ ബ്ലേഡ് ഇതിന്റെ അകത്തുനിന്ന് ഈ ബ്ലേഡ് എപ്പോഴും നമ്മൾ ജാറിന്റെ അകത്ത് കിടക്കുമ്പോൾ ഒന്നെങ്കിൽ ഇത് അടിയിൽ തട്ടും. ഇത് അടിയിൽ തട്ടാനും പാടില്ല, ഒരുപാട് അകന്നും പോകാൻ പാടില്ല. ജാറിന്റെ അടിഭാഗത്ത് മുട്ടാറായി നിന്നെങ്കിലാണ് നമുക്ക് അരയിൽ കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. ഇതിന്റെ പ്രശ്നം ഇതിന്റെ ഇടയ്ക്ക് 2 വാഷ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബ്ലേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഇതിങ്ങനെ തിക്കി കൊടുക്കുക. ഇവിടെ 2 ലോക്ക് ഉണ്ടായിരിക്കും. ഈ ലോക്ക് 2ഉം അഴിച്ചിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പുതിയ ബ്ലേഡ് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. ആ ബ്ലേഡ് മേടിച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിത് ലെഫ്റ്റ് സൈഡിലേക്ക് പിരിക്കണം. ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് പ്ലെയർ വെച്ചിട്ട് ഈ ലോക്ക് നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഇപ്പം നടുക്ക് നമുക്ക് ചെറിയൊരു സ്പേസ്, ഇതിപ്പോൾ അടിയിൽ ഈ ബ്ലേഡ് ഇടുമ്പോൾ അടിയിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടാതിരിക്കാനായിട്ട് 2 വാഷ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുട്ടുന്നില്ല, ശകലം പോലും മുട്ടുന്നില്ല. ഇനി നമുക്ക് താഴത്തെ വാഷിനോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഷേപ്പിലുള്ള വാഷർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ ഈ സ്പ്രിംഗ് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ വാഷർ ഉണ്ടായിരിക്കും. ഇത് നടുക്കായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലത്തെ തന്നെ സെയിം വേറൊരു വാഷർ ഉണ്ടായിരിക്കും, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില കമ്പനികളുടെയൊക്കെ വാഷർ കൂടുതലുണ്ടായിരിക്കും. ഇതിൻ്റെ ഈ ഷാഫ്റ്റിന് നീളം കൂടുതലാണെങ്കിൽ കൂടുതൽ വാഷറുകൾ നമുക്ക് ഇടേണ്ടതായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. ഇത് ജാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.